ഇന്ത്യയിലും HMPV രോഗബാധ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. വൈറസ് ബാധ ആദ്യ കേസ് ബംഗളൂരുവിൽ സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്ര, ഡൽഹി സർക്കാരുകൾ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ശ്രീജ ശ്യാം ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജ, ഇതിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ വൈറസ് ചൈനീസ് വേരിയന്റ് ആണോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ എന്നാലും ജാഗ്രത വേണ്ടിവരും. കാരണം ചൈനയിലൊക്കെ വ്യാപകമായി ഈ വൈറസ് കാര്യമായി പടർന്നു പിടിക്കുന്ന പശ്ചാത്തലമുണ്ട്. എന്താണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം? ഏറ്റവും ആദ്യം നമ്മൾ സ്ഥിരീകരിക്കുന്നത് ആദ്യ കേസ് ഇന്ത്യയിൽ ഈ HMP വൈറസ്, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന വൈറസ് ബാധ ഇന്ത്യയിൽ ആദ്യമായി ബംഗളൂരുവിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് കർണാടക ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ദേശീയ ആരോഗ്യ മന്ത്രാലയത്തെയും ഈ വിവരം ധരിപ്പിച്ചു. അങ്ങനെ ഇത് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. 8 മാസം പ്രായമായ ഒരു കുഞ്ഞിൽ HMP വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. നേരത്തെ രഞ്ജിത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ ഇത് ചൈനയിൽ പടർന്നു പിടിക്കുന്ന HMP വേരിയന്റ് ആണോ എന്ന കാര്യത്തിൽ യാതൊരു സ്ഥിരീകരണവുമില്ല. കാരണം HMP വൈറസ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഇവിടെ ഉള്ള വൈറസാണ്. അത് സാധാരണഗതിയിൽ ജലദോഷവും ചുമയും പനിയും ശ്വാസതടസ്സവും ഒക്കെ ഉണ്ടാക്കി കടന്നു പോകുന്ന, നമുക്ക് സാധാരണ രീതിയിൽ വരുന്ന ഫ്ലൂ ലക്ഷണങ്ങളോടെ വരുന്ന വൈറസ് ബാധയ്ക്ക് സമാനമാണിത്. ഇത് മുൻപും ഇന്ത്യയിൽ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ ആശങ്കയുടെ സാഹചര്യം ഉണ്ടാവുന്നത് ചൈനയിൽ ഈ വൈറസ് ബാധ വലിയ രീതിയിൽ പടർന്നു പിടിക്കുകയും ചൈനയിൽ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നു, ശ്മശാനങ്ങൾ നിറഞ്ഞു കവിയുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്ത് വരുന്ന സാഹചര്യത്തിലാണ് ഇത് ആശങ്കയായി മാറുന്നത്. എന്തായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാനായി അവരൊരു സംയുക്ത യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഏത് തരത്തിലുള്ള സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യ സജ്ജമാണ്, ദേശീയ തലത്തിൽ ഇന്ത്യ സജ്ജമാണ് എന്ന കാര്യവും അവർ അറിയിച്ചിട്ടുണ്ട്. കേരളവും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പറഞ്ഞത് ഈ പ്രവാസികൾ കൂടുതലുള്ള സ്ഥലമായതിനാൽ തന്നെ, വന്നു പോകുന്ന സ്ഥലമായതിനാൽ തന്നെ കേരളവും സസൂക്ഷ്മം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ഒരു നിരീക്ഷണ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ബംഗളൂരുവിൽ ഇപ്പോൾ ഈ 8 മാസം പ്രായമായ കുഞ്ഞിന്റെ കാര്യത്തിൽ രോഗം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളതും. എന്തായാലും പരിശോധന വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. ഈ തരത്തിൽ വരുന്ന കേസുകൾ, അതായത് ചുമ, ശ്വാസതടസ്സം, പനി എന്നീ ലക്ഷണങ്ങളോടെ വരുന്ന എല്ലാ അസുഖങ്ങളെയും കാര്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന് കർണാടകയിൽ 8 മാസം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുട്ടിക്ക് ട്രാവൽ ഹിസ്റ്ററി ഇല്ല, എവിടെയെങ്കിലും യാത്ര ചെയ്തതായുള്ള ഹിസ്റ്ററി ഇല്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്ന വാർത്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ആ തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടോ ഇതൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമല്ല.